السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ബഹുമാനരായ പണ്ഡിതന്മാരെ, കിതാബുൽ ജനായിസ് മയ്യത്ത് പരിപാലനം പാർട്ട് 7. മയ്യത്തിന്റെ അരികിൽ വന്നവർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസിന്റെ അവസാന ഭാഗത്തായി പറഞ്ഞു വെച്ചത്. ഇനി ഒരാൾ മരണപ്പെട്ടാൽ ആ വിവരം അറിയിക്കലും വിളംബരം ചെയ്യലും. വയുന്തബുൽ ഇഅ്ലാമു ബി മൗതിഹി, ഒരാൾ മരിച്ച കാര്യം വിളംബരം ചെയ്യൽ അത് സുന്നത്താണ്. ബിന്നിദാഇ വനഹ്വിഹി, വിളിച്ചു പറഞ്ഞുകൊണ്ടും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അറിയിക്കുക. എന്തിനു വേണ്ടിയാണ്? ലിയക്സുറൽ മുസല്ലൂന ഫീഹി, അവനിൽ നിസ്കരിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാവാൻ വേണ്ടി. അതുപോലെ വത്തർഹുമി, അവനക്ക് വേണ്ടി റഹ്മത്ത് കൊണ്ട് ദുആ ചെയ്യാൻ, അതുപോലെ മറ്റു ദുആകൾ നടത്താൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്. ബിസ്സലാത്തി അലൈഹി വദുആഇ ലഹു ലാ ലിദ്ദിയാഇ വസ്സുംഅത്തി, ലോകമാന്യത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഒന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഫോൺ ചെയ്ത് പറയുക, മൈക്ക് കെട്ടി വിളിച്ചു പറയുക, അതുപോലെയൊക്കെ ഇർസാലി മൻ യുഖ്ബിറു അഹ്ലൽ ബലദി ഫർദൻ ഫർദ, ആ നാട്ടിലെ ആളുകളെ വിവരമറിയിക്കാൻ വേണ്ടി ഓരോരോ ആളുകളെ ആയിട്ട് അങ്ങനെ പറഞ്ഞയക്കുക. ഇതൊക്കെയാണ് ഈ മരിച്ച വിവരം അറിയിക്കുന്നതിന്റെ രീതികൾ. അത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സുന്നത്താണ്. കാരണം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നഅന്നജാശിദ ഐ ഔസല ഖബറഹു ലി അസ്ഹാബിഹി, നജാശി രാജാവ് മരണപ്പെട്ടപ്പോൾ ആ വിവരം തന്റെ അനുയായികളിലേക്ക് എത്തിച്ചു റസൂലുള്ളാഹ്. ഇനി മുഗനി പറയുന്നു, ഫൈൻ ഖുസിദൽ ഇഅ്ലാമു ബി മൗതി, കേവലം ഓ മരിച്ചു എന്നുള്ളത് അറിയിക്കൽ മാത്രം ഒരു ഉദ്ദേശത്തിലാണ് ഈ വിളിച്ചു പറയുന്നതും മറ്റുമെങ്കിൽ യുക്റഹ്, കറാഹത്തില്ല. ഔ ഖുസിദ ബിഹി അൽ ഇഖ്ബാറു ലികത്റത്തിൽ മുസല്ലീന അലൈഹി ഫഹു മുസ്തഹബ്, നിസ്കരിക്കുന്ന ആളുകൾ അധികരിക്കണം എന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ വിളിച്ചു പറഞ്ഞത് എങ്കിൽ അത് സുന്നത്താണ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി അത് സുന്നത്താണ്. ഫത്ഹുൽ അല്ലാമ 3156, മുസ്ലിം കരീം 2389, തുഹഫ ശർവാനി സഹിതം 3183. റസൂലുള്ളാഹി തങ്ങൾ നജാശി രാജാവ് മരിച്ചപ്പോൾ ചെയ്ത കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസില് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഫീ മയ്യിത്തിൻ ദഫനുഹു ബില്ലൈലി വലം യഅലം ബിഹി, റസൂലുള്ളാഹിന്റെ അസ്ഹാബ് ഒരാൾ മരിച്ചപ്പോൾ രാത്രി മറവ് ചെയ്തു, റസൂലുള്ളാഹി അതറിഞ്ഞില്ല. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അഫലാ കുന്തും ആദൻതുമൂനി ബിഹി, അദ്ദേഹം മരണപ്പെട്ട വിവരം എന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? അപ്പോ ഇതും മരണവിവരം അറിയിക്കേണ്ടതിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഖാലൽ ഉലമാ വൽ മുഹഖിഖൂന വൽ അഖ്ദൂന മിൻ അസ്ഹാബിന വഗൈരിഹിം യുസ്തഹബ്ബു ഇഅ്ലാമു അഹ്ലിൽ മയ്യിത്തി വഖറാബത്തിഹി വഅസ്തിഖാഇഹി ലിഹാദൈനിൽ ഹദീസൈൻ.
ഈ പറയപ്പെട്ട രണ്ട് ഹദീസ് തെളിവ് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ കുടുംബങ്ങൾ, അവന്റെ ബന്ധുക്കൾ, കൂട്ടുകാർ പോലെയുള്ള ആളുകളെ അവന്റെ മരണവിവരം അറിയിക്കൽ സുന്നത്താണ് എന്നീ ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം നബവി തങ്ങളുടെ അദ്കാർ 155, 156. ഒരാൾ മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ കരയാൻ പറ്റുമോ? വയജൂസുൽ ബുക്കാഉ അലൈഹി, അയൽ മയ്യത്തി, മയ്യത്തിന്റെ മേൽ കരയൽ ജായിസാണ്. ഖബലൽ മൗത്തി, മരിക്കുന്നതിന്റെ മുമ്പ് കരയാം, അത് ജായിസാണ്. വബഅദഹു, മരണശേഷവും കരയാം. ലിമാ സഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദമഅത്ത് ഐനാഹു, റസൂലുള്ളാഹിന്റെ രണ്ടു കണ്ണുകളും കണ്ണുനീരണിഞ്ഞു, കണ്ണുനീരൊലിച്ചു. എത്രത്തിൽ വഹുവ ജാലിസുൻ അലാ ഖബരി ബിന്തിഹി, റസൂലുള്ളാഹ് അവിടുത്തെ മകൾ വഹിയ ഉമ്മു കുൽസൂമാണ്. ഉമ്മു കുൽസൂം വഫാത്തായി മറവ് ചെയ്യുമ്പോൾ ആ ഖബറിന്റെ അവിടെ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹ് കരയാണ്. വസാറ ഖബറ ഉമ്മിഹി, റസൂലുള്ളാഹ് തന്റെ ഉമ്മാന്റെ ഖബർ ഒരിക്കൽ സന്ദർശനം നടത്തി. ഫബക, റസൂലുള്ളാഹ് കരഞ്ഞു എന്ന് മാത്രമല്ല, വ അബ്കാമൻ ഹൗലഹു, തന്റെ ചുറ്റുള്ളവരെയും കരയിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ റസൂലുള്ളാഹിൽ നിന്ന് തന്നെ ഉണ്ടായ കാര്യങ്ങളാണ്. മരണശേഷം എന്ന് പറഞ്ഞാൽ വലോ ബഅദ ദഫിനി, മറമാടിയ ശേഷമാണെങ്കിലും കരയൽ അനുവദനീയമാണ്. നഅം ഹുവ ഇഖ്തിയാറൻ, എന്നാൽ ഈ മരണശേഷമുള്ള ഈ കരയൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിയന്ത്രിച്ചാൽ അത് നിയന്ത്രിക്കാൻ കഴിയും ആ വിധത്തിൽ ഉള്ള കരയൽ. അത് ഖിലാഫുൽ ഔല, നല്ലതിന് എതിരാണ്. അമ്മൽ ഖഹ്രിയു ഫലാ യദ്ഖുലു തഹത തക്ലീഫ്, അപ്പൊ പിന്നെ അവന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത വിധത്തിൽ കരച്ചിൽ വരുമ്പോ ആ സമയത്തുള്ള കരച്ചിൽ അത് ഒരു തക്ലീഫിന്റെ, ശാസനയുടെ പരിധിയിൽ പ്രവേശിക്കുകയില്ല. അതിന് കറാഹത്ത് എന്നോ ഹറാമെന്നോ മറ്റുള്ള ഹുക്കുമുകളൊന്നും പറയാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ നിയന്ത്രണത്തിൽ അപ്പുറമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ മരണപ്പെട്ടത് കാണുമ്പോ, മരണപ്പെടുമ്പോ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ചിലപ്പോൾ കൂട്ടമായി നിയന്ത്രിക്കാൻ കഴിയാത്ത കരച്ചിൽ കരയുമ്പോ അതിനെ വല്ലാതെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരങ്ങനെ കരഞ്ഞിട്ടെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്തുകയാണെങ്കിലോ ആ നിലക്ക് കൂടെ പറ്റുള്ളൂ. ബൽ മക്രൂഹുൻ, അവർക്ക് നിയന്ത്രിച്ചാൽ കിട്ടുന്ന സമയത്ത് അത് ഖിലാഫുൽ ഔലയാണ് ഈ മരണശേഷമുള്ള കരച്ചിൽ, അല്ലെങ്കിൽ അത് കറാഹത്ത് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കമാബിൽ അദ്കാരി അൻ ശാഫിഈ വൽ അസ്ഹാബി, ഇമാം ഷാഫി തങ്ങളെ തൊട്ടും അസ്ഹാബിനെ തൊട്ടും അങ്ങനെ അദ്കാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖബരി സഹീഹി, സഹിഹായ ഹദീസ് ഉണ്ടല്ലോ, ഫൈദാ വജബത് ഫലാ തബ്കിയന്ന ബാഖിയത്തുൻ ഖാലു വമൽ വുജൂബ് യാ റസൂലുള്ളാഹ് ഖാല അൽ മൗതു, ഒരാൾ മരണപ്പെട്ടാൽ ഒരു കരയുന്നവരും കരയരുത് എന്ന് റസൂലുള്ളാഹ് പറഞ്ഞ ഹദീസാണ് അതിന് തെളിവ്. ഷർവാനി സഹിതം 3,179. ഇനി ഇമാം സുബിക്കി തങ്ങൾ പറയുന്നു, വയംബഗി അൻ യുഖാല ഇദാ കാനൽ ബുകാഉ ലിദിഖത്തിൻ അലൽ മയ്യിത്തി വമാ യുഖ്ശാ അലൈഹി മിൻ ഇഖാബില്ലാഹി തആല വഅഹ്വാലി യൗമിൽ ഖിയാമത്തി ഫലാ യുക്റഹു വലാ യകൂനു ഖിലാഫൽ ഔലാ. മയ്യത്തിന്റെ മേലുള്ള ആ ഒരു വേദന, അവനോടുള്ള സ്നേഹം, ഇതിന്റെ പേരിലാണ് കരയൽ. അതുപോലെ തന്നെ
അള്ളാഹിന്റെ ശിക്ഷയും ഖിയാമത്ത് നാളിന്റെ ഭയാനകങ്ങളും ഇതൊക്കെ ഇവന്റെ മേൽ പേടിക്കപ്പെടേണ്ട കാര്യങ്ങളാണല്ലോ ഈ മരിച്ചാളുടെ മേൽ. അതൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ പല യുക്കറഹു വലായക്കൂന്നു ഖിലാഫല്ലാവില്ല. ആ കരച്ചിൽ കറാഹത്തോ ഖിലാഫുല്ലവിടെയോ ആവുകയില്ല. വൈങ്കാനലിൽ ജസഇ വ അദമി തസ്ലീമി ലിൽ ഖളാഇ, പൊറുതികേടിന് വേണ്ടി ആള് മരിച്ചപ്പോൾ ഒരു പൊറുതികേട്, അള്ളാഹിന്റെ ഖളാ അംഗീകരിക്കാതെ ഉള്ള ഒരു കരച്ചിൽ, അത് യുക്റഹു ഔ യഹ്റുമു വസാനി അദ്ഹറു, അത് ഹറാമാകും എന്നുള്ളതാണ് പ്രബലമായിട്ടുള്ളത്. ഇനി വയുസ്തസ്ന മാ ഇദാ ഗലബഹുൽ ബുകാഉ ഫഇന്നഹു ലാ യദ്ഖുലു തഹ്ത അൻ-നഹി, അനിയന്ത്രിതമായി കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ നിരോധനയുടെ പരിധിയിൽ പ്രവേശിക്കുകയില്ല. ലിഅന്നഹു മിമ്മാ ലാ യംലികുൽ ബശറു, മനുഷ്യന്മാർക്ക് അവന്റെ നിയന്ത്രണത്തിൽ വരാത്ത കാര്യങ്ങളാണ് അതൊക്കെ. വൈങ്കാനലി മഹബത്തിൻ വ ദിഖത്തിൻ കൽ ബുക്കാഇ അല തുഫിൽ, കുട്ടികളൊക്കെ മരിക്കുമ്പോൾ ആ മരണത്തിന്റെ പേരിൽ, ആ കുട്ടിയുടെ പേരിലുള്ള ആ മഹബത്തും അവനോടുള്ള ആ വാത്സല്യവും ഒക്കെ വെച്ചിട്ടാണ് കരയില്ലെങ്കിൽ പല ബൗസബി, ആ കരച്ചിൽ കൊണ്ട് വിരോധമൊന്നുമില്ല. എന്ന വസ്സബുറു അജ്മലു, ക്ഷമയാണ് ഏറ്റവും നല്ലത്. വൈങ്കാന ലിമാ ഫുഖിദ മിൻ ഇൽമിഹി വ സലാഹിഹി വ ബറകതിഹി വ ശജാഅതിഹി, ഈ ആള് ഇല്ലാതെയായപ്പോ അവന്റെ ഇൽമു നഷ്ടപ്പെട്ടു, അവൻ ഒരു നല്ല ആളായിരുന്നു, അത് ഇവിടെ പോയി. അവന്റെ ബറക്കത്ത് ഇല്ലാതെയായി. ഒരു ധീരനായ വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിലും അവന്റെ ധീരത ഈ ദീനിനും സമുദായത്തിനൊക്കെ ഉപകരിക്കുന്നതായിരുന്നു, അതില്ലാതെയായി. ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ പേരിലൊക്കെയാണ് ഈ കരച്ചിലെങ്കിൽ ഫയദ്ഹറു ഇസ്തിഹ്ബാബുഹു, ആ കരയിൽ സുന്നത്താണെന്ന കാര്യം വ്യക്തമാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഔ ലിമാ ഫാതഹു മിൻ ബിദ്ദിഹി വ ഖിയാമിഹി ലിമസാലിഹി ഹാലിഹി, ഇവനിൽ നിന്ന് കിട്ടുന്ന നന്മ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിലൊക്കെ ആണെങ്കിൽ ഫയദ്ഹറു കറാഹത്തുഹു, ആ കരച്ചിൽ കറാഹത്താണ് എന്ന കാര്യം വ്യക്തമാണ്. കാരണം തവമ്മുനിഹി അദ്മ സിഖത്തി ബില്ലാഹി തആല, അള്ളാഹിനെ കൊണ്ടുള്ള ആ ഒരു വിശ്വസ്തത ഓനിൽ നിന്ന് ഇല്ലാതെയാകുന്നുണ്ടല്ലോ, അത് ഈ കരച്ചിലിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് കറാഹത്തായിട്ട് വരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ കരച്ചിലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഷർവാനി 179 വാള്യം 3. വയുക്റഹു തർസിയതുഹു ബിദിക്രി മഹാസിനിഹി ഫി നഗ്മിൻ ഔ നസ്രിൻ, ഗദ്യത്തിലോ പദ്യത്തിലോ ആയി ഈ മരിച്ച വ്യക്തിയുടെ ഗുണഗണങ്ങളെ പറഞ്ഞുകൊണ്ടുള്ള മർസിയത്ത്, അത് കറാഹത്താണ്. വിലാപകാവ്യം എന്നൊക്കെ പറയാറുണ്ട്. ഈ തർസിയത്ത് അതല്ലെങ്കിൽ മർസിയത്ത് പറയൽ കറാഹത്താണെന്ന് പറഞ്ഞത് വിലപിച്ച് കരയൽ അതിന്റെ കൂടെ ഇല്ലെങ്കിലാണ്. അപ്പൊ ഉണ്ടെങ്കിൽ അത് ഹറാമുമാണ്. ഫൈൻകാനത്ത് ബിഹഖ്ഖിൻ ഫി നഹ്ബി ആലിമിൻ വഖലത്ത് അൻ നഹ്ബി നദ്ബി നുദിബത്ത്. അപ്പൊ ഈ മർസിയത്ത് ഗദ്യ പദ്യ ഗുണഗണങ്ങൾ എണ്ണി പറയൽ, ഗദ്യത്തിലോ പദ്യത്തിലോ ആയിട്ട് അങ്ങനെ പറയൽ, അതൊരു പണ്ഡിതൻ പോലോത്തവരുടെ വിഷയത്തിൽ ഉള്ളത് ആണ് പറയുന്നതെങ്കിൽ, അതുപോലെ തന്നെ അവിടെ ഈ വിലപിച്ച് കരയൊന്നുമില്ല എങ്കിൽ അത് സുന്നത്താണ് എന്ന് ബുസ്റുൽ കരീമിലുണ്ട്. അതുപോലെ തന്നെ ഷർവാനിയിൽ കാണാം, ഫമാ യഖഉൽ ആന മിൻ അന്ന ബഅദൻ നാസി യഖൂലു കാന ആലിമൻ ഔ കാന കരീമൻ. ഇന്ന് സംഭവിച്ചു വരുന്ന ചില കാര്യങ്ങൾ, ജനങ്ങളിൽ ചിലവരൊക്കെ പറയും ഓന് നല്ലൊരു ആലിമായിരുന്നു, ഓനാളൊരു മാന്യനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയല്ല. ഹുർമത്ത ഫീഹി, അത് ഹറാമില്ല, ബയുസന്നു, അത് സുന്നത്താണ്. ലിഖബരി ഉദ്കുറു മഹാസിന മൗതാക്കും, മരിച്ചവരുടെ നന്മകൾ നിങ്ങൾ പറയണം എന്ന ഹദീസ് ഉണ്ടല്ലോ, അതുകൊണ്ട്
വമിൻ ദാലിക ഇതിൽപ്പെട്ടതാണ് അൽ മർസിയത്തുല്ലത്തി തുഫ്അലു ഫിൽ ഉലമായി, പണ്ഡിതന്മാരിൽ ചെയ്യപ്പെടുന്ന ഈ മർസിയത്ത് അത് ഇതിൽപ്പെട്ടതാണ്. ഷെർവാനി 380. അപ്പൊ അതിന് വിരോധമില്ല എന്നർത്ഥം. പിന്നെ ഈ വിലാപകാവ്യം അതല്ലെങ്കിൽ ഈ നഅ്യ് എന്ന് പറയലുണ്ട്. ജാഹിലിയത്തിന്റെ ഒരു പ്രവർത്തനമാണ്. വകാന ആദത്തുഹും ഇദാ മാത മിന്നും ശരീഫുൻ ബഅസൂ റാകിബൻ ഇലൽ ഖബായിൽ. ഒരാൾ മരിച്ചാൽ, ഒരു ശ്രേഷ്ഠനായ ഒരാളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനത്തിൽ ഒരാളെ അയക്കുക വിവിധ ഗോത്രങ്ങളിലേക്ക്. എന്നിട്ട് അവർ ആ ആള് വിളിച്ചു പറയും നഅയാ ഫുലാനിൻ ഔ യാ നഅയൽ അറബ് എന്നിങ്ങനെ വിളിച്ചു പറയും. അതായത് ഹലക്കത്തിൽ അറബു ബി മഹ്ലക്കി ഫുലാനിൻ, ഇന്നാലിന്ന വ്യക്തി മരണപ്പെട്ടത് കാരണം അറബികളൊക്കെ നശിച്ചേ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. അതൊക്കെ പാടില്ല, അത് വിരോധിക്കപ്പെട്ടതാണ്. അത് കറാഹത്തുണ്ട്. അട്ടഹസിച്ച് കരയുക പോലത്തതൊക്കെ ഉണ്ടെങ്കിൽ ഹറാമുമാണ് എന്ന് അദ്കാറ് 156, ഫത്ഹുൽ അലാം 156, 3-ാം വാല്യം, തുഹ്ഫ 3-183, ജമല് 2-215 ഇവയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ടയാളെ ചുംബിക്കൽ. വയുന്തബു തഖ്ബീലു വജ്ഹി നഹ്വി ആലിമിൻ. ഒരു പണ്ഡിതൻ ആണ് മരണപ്പെട്ടത്. അവനെ പോലെയുള്ള സാലിഹ്യങ്ങളൊക്കെ, ഇപ്പൊ പണ്ഡിതന്മാരെ പോലെയുള്ള ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ, പോലെ എന്ന് പറയുമ്പോൾ സാലിഹ്യങ്ങളൊക്കെ അതിൽ പെടും. അവരുടെ മുഖം ചുംബിക്കൽ സുന്നത്താണ് ലികുല്ലി അഹദ്, ഏതൊരാൾക്കും. അത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരെന്നോ സ്നേഹിതന്മാരോ എന്നോ വ്യത്യാസമില്ലാതെ ഏവർക്കും സുന്നത്താണ്. സാലിഹീങ്ങൾ, ആലിമീങ്ങൾ പോലത്തവരുടെ മുഖം ചുംബിക്കൽ. വലി അഹിലി മയ്യത്തിൻ വ അസ്തിഖാഇഹി, മയ്യത്തിന്റെ കുടുംബങ്ങൾക്കും അവന്റെ സ്നേഹിതന്മാർക്കൊക്കെ സുന്നത്താണ് തഖ്ബീലു വജ്ഹിഹി, ഈ മയ്യത്തിന്റെ മുഖം ചുംബിക്കൽ. വലിയ ഗൈരിഹിം ഖിലാഫുൽ ഔല, കുടുംബം, സ്നേഹിതന്മാർ ഇവരല്ലാത്തവർക്ക് അത് ഖിലാഫുൽ ഔലയാണ് ചുംബിക്കൽ. മുസ്തഫൽ കരീം 2-389, ഫത്ഹുൽ അലാം 2-3-156. തുഹ്ഫ പറയുന്നത് വയജൂസു ലി അഹ്ലിൽ മയ്യിത്തി വ നഹ്വിഹിം കഅസ്തിഖാഇഹി, മയ്യത്തിന്റെ കുടുംബാദികൾ, അവരെ പോലെയുള്ള സ്നേഹിതന്മാർ, ഇവർക്കൊക്കെ തഖ്ബീലു വജ്ഹിഹി, അവന്റെ മുഖം ചുംബിക്കൽ അനുവദനീയമാണ്. ലിമാ സഹ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഖബ്ബല വജ്ഹ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ബഅദ മൗതി. റസൂലുള്ളാഹി ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ വഫാത്തായപ്പോ അവരുടെ മുഖം ചുംബിച്ചു എന്നത് ഹദീസിൽ സഹീഹായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് അന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖബ്ബല വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി. അബൂബക്കർ തങ്ങൾ റസൂലുള്ളാഹി വഫാത്തായതിന് ശേഷം അവിടുത്തെ മുഖം ചുംബിച്ചു എന്നും ഹദീസ് ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. വമിൻ സമ്മ ഖാല ഫിൽ ബഹരി, റസൂലുള്ളാഹി ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരുടെ മുഖം ചുംബിച്ചു എന്ന ഹദീസിലുണ്ടല്ലോ, അക്കാലത്തിന് വേണ്ടി ബഹറിൽ പറഞ്ഞിരിക്കുന്നു ഇന്നഹു സുന്നത്തുൻ, ഈ ചുംബിക്കൽ സുന്നത്താണ്. വഖയ്യദഹു സുബ്കിയു ബിനഹ്വി അഹ്ലിഹി, ഇമാം സുബ്കി ഇതിന് ഉപാധി വെച്ചത് അവന്റെ കുടുംബക്കാർ, സ്നേഹിതന്മാർക്കൊക്കെയാണ് ആ സുന്നത്താണെന്ന് പറഞ്ഞത്.
വൽ ഔജഹു പ്രബലമായത് ഹംലുഹു അല സ്വാലിഹിൻ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരു മയ്യത്താണ് എങ്കിൽ അവന്റെ മുഖം ചുംബിക്കൽ സുന്നത്തുണ്ട്. ലിക്കുല്ലി ഫയുസന്നു ലിക്കുല്ലി അഹദിൻ തഖ്ബീലുഹു തബറുക ബിഹി, അവനെ കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി ഏതൊരാൾക്കും അവനെ ചുംബിക്കൽ സുന്നത്താണ്. ഫതഖ്ബീലു ബിഗൈരി മൻ ദുകിറ ഖിലാഫുൽ ഔല, ഇവരല്ലാത്തവർക്ക് ഈ ചുംബനം ഖിലാഫുൽ ഔലയാണ്. ഇനി മുഖം ചുംബിക്കുക എന്ന് പറഞ്ഞാൽ മുഖം മാത്രമല്ല, ഔ യദിഹി ഔ ഗൈരിഹ മിൻ ബഖിയത്തിൽ ബദനി, അവന്റെ കയ്യോ കയ്യല്ലാത്ത മറ്റു ഭാഗങ്ങളോ ശരീരത്തിന്റെ, ഇതൊക്കെ ചുംബിക്കല് ഈ സുന്നത്തോ അതല്ലെങ്കിൽ ഖിലാഫുൽ ഔലയോ ഒക്കെ ആണെങ്കിൽ ആ പരിധിയിൽ ഇതൊക്കെ പെടും. ഇവിടെ മുഖം എന്ന് പ്രത്യേകം പറയാൻ കാരണം ഹദീസിൽ വന്നത് അതായത് കൊണ്ടാണ്. സാലിഹീങ്ങളുടെ മേൽ ചുമത്തുക എന്നാണ് തുഹഫ പറഞ്ഞത്. സാലിഹീങ്ങളുടെ മേലാകുമ്പോഴാണ് സുന്നത്ത് തബറുക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഖിലാഫുലയാണ് എന്ന് പറഞ്ഞത് തുഹഫന്റെ വീക്ഷണമാണ്. നിഹായ മുഗ്നി ഇവരൊന്നും അത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് പിന്നെ വയംബഗി നദുബുഹു ലി അഹ്ലിഹി വനഹബിഹിം വലൗ കാന ഗൈറ സാലിഹിൻ, മയ്യത്ത് സജ്ജനം അല്ലെങ്കിൽ പോലും മയ്യത്തിന്റെ കുടുംബാദികൾ സ്നേഹിതന്മാർ പോലെയുള്ളവർക്ക് ആ മയ്യത്തിനെ ചുംബിക്കൽ സുന്നത്താണെന്ന കാര്യം അത്യാവശ്യമാണ്. വജവാസുഹു ലിഗൈരിഹിം, അല്ലാത്തവർക്ക് ജായിസുമാണ്. ഹൈസുല മാനിയ മിൻവന്, തടസ്സമൊന്നുമില്ലെങ്കിൽ. ഫലാ യജൂസു ദാലിക മിൻ ഇംറഅത്തിൻ അജ്നബിയ്യത്തിൻ ലിറജുലിൻ വലാ അക്സുഹു, അന്യ പുരുഷൻ അന്യ സ്ത്രീയെ ചുംബിക്കലോ അന്യ സ്ത്രീ അന്യ പുരുഷനെ ചുംബിക്കലോ അതൊന്നും പാടില്ല. അത്തരത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ജായിസാണ് സാധാരണ നിലക്ക്. അതല്ല കുടുംബക്കാർ സ്നേഹിതന്മാർക്കൊക്കെ ആണെങ്കിലും മയ്യത്ത് സജ്ജനങ്ങളിൽ പെട്ടവനല്ലെങ്കിലും സുന്നത്ത് തന്നെയാണ് എന്ന് നിഹായ മോനി തുഹഫ പറയുന്നു. സജ്ജനങ്ങളിൽപ്പെട്ടവനല്ലെങ്കിൽ സുന്നത്തില്ല, ഖിലാഫുൽ ഔല. ആലിമ് സാലിഹ് പോലെയുള്ളവരാകുമ്പോൾ സുന്നത്താണ്. അത് കുടുംബക്കാർക്ക് മാത്രമല്ല ഏവർക്കും. മുഖം മാത്രമല്ല, അവന്റെ ശരീരത്തിന്റെ ഏതു ഭാഗങ്ങളും പറ്റുന്നതുമാണ്. അതുപോലെ ഷെർവാനി 383 ഇക്കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. കുടുംബക്കാരോ സ്നേഹിതന്മാരോ ഒന്നും അല്ലെങ്കിൽ അവര് ഈ മയ്യത്ത് ഫാസിഖാണെങ്കിൽ അവരെ ചുംബിക്കല് കറാഹത്ത് വരും. നേരെ മറിച്ച് അവൻ സാലിഹോ അല്ല എന്നാൽ ഫാസിഖാണെന്നും അറിയണമില്ല, സാലിഹാണെന്നും ഓനെപ്പറ്റി പറയണില്ല, ഫാസിഖാണ് എന്നുള്ള കാര്യം ഓനെപ്പറ്റി അറിയണില്ല. ബർക്കത്തെടുക്കാൻ മാത്രമുള്ള ഒരു സാലിഹാണ് എന്നുള്ള നിലക്ക് അവനെപ്പറ്റി ആരും പറയണില്ല. എന്ന ആള് മോശക്കാരനാണ്, ഒരു ദുർനടപ്പുകാരനാണ് എന്നുള്ള നിലക്കും ഓനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ഓനെ ചുംബിക്കൽ മുബാഹാണെന്ന് വരും എന്ന് ഷെർവാനി 383 പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി മയ്യത്തിനെ കാണൽ, അങ്ങനെ കാണൽ എന്നതിനെ സംബന്ധിച്ച് പ്രത്യേക പരാമർശങ്ങളൊന്നും നമ്മുടെ അയിമത്ത് നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ചുംബനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്, സുന്നത്താണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കാണൽ ഔലബിയത്ത് കൊണ്ട് വരുമല്ലോ. കണ്ണ് ചുംബിക്കണം എന്നൊന്നും ഇവിടെ എവിടെയും പറഞ്ഞു കാണാത്തത് കൊണ്ട് ഈ ചുംബിക്കൽ സുന്നത്തുള്ള അതല്ലെങ്കിൽ അനുവദനീയമായ ഈ സന്ദർഭങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇതിൽ നിന്ന് കാണലും ഈ നിലക്ക് ഒന്നുകിൽ സുന്നത്തോ അനുവദനീയമോ ഒക്കെ ആയി വരാം. ആലിമൊക്കെ ആകുമ്പോൾ ആലിമിന്റെ മുഖം കാണുക, അതുപോലെ കുടുംബക്കാര് സ്നേഹിതന്മാർക്കൊക്കെ അവരുടെ കുടുംബത്തിന്റെ മയ്യത്തിനെ കാണുക, അല്ലാത്തവർക്കും തന്നെ ഈ കാണൽ, ഇതൊക്കെ കേവലം അനുവദനീയമെങ്കിലും അതല്ലെങ്കിൽ ചുംബിക്കൽ സുന്നത്തിലേടത്ത് സുന്നത്ത് എന്നിങ്ങനെയുള്ള ആ ഹുക്കുമിലേക്ക് അത് വരേണ്ടതാണ്. കാരണം ചുംബിക്കുമ്പോഴൊക്കെ കാണൽ അതിൽ ലാസിമായി വരും. പ്രത്യേക പരാമർശങ്ങൾ കാണലിനെ സംബന്ധിച്ച്
നമ്മുടെ അയിമത്ത് നടത്തിയിട്ടില്ല. എന്നാൽ ഈ സലാഹുദ്ദീൻ എന്നൊരു ഗ്രന്ഥമുണ്ട്, ഒരു ബൈത്ത് ഗ്രന്ഥമാണ്. അതില് ഈ മയ്യത്തിനെ കാണുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഈ മറവിണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ എണ്ണിയേടത്ത് കാണാം. വന്നലുറു ഫീറാക്കിബിൽ മാഔലി മൻസുലിബു വലിൽ ഖറാബി വഫി വജ്ഹില്ലദീ ഉദിമാ. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നോക്കൽ അത് മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ കുരിശിൽ നാട്ടപ്പെട്ടവൻ എന്ന് പറയലുണ്ട്. പിന്നെ ഈ തൂക്കിക്കൊല്ല, അങ്ങനെ തൂക്കുമരത്തിൽ നാട്ടി വെച്ചവനെ നോക്കുക. അതുപോലെ തന്നെ ഖറാബായ സ്ഥലം, നശീകരണത്തിന് വിധേയമായ സ്ഥലങ്ങളെ നോക്കുക. അതൊക്കെ മറവുണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് കാണാം. റൂഹ് പിരിഞ്ഞ, മരണം കൊണ്ട് റൂഹ് ഇല്ലാതെയായ ആളുടെ മുഖത്തിൽ നോക്കലും മറവി ലാസിമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് സലാഹുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മയ്യത്തിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ട ഒരു പരാമർശം. മരണശേഷം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കാണുന്നതിനും അവരെ ചുംബിക്കുന്നതിനും പ്രത്യേക നിരോധനങ്ങളൊന്നും ഇല്ല. മദ്ഹബുന അന്നൽ മൗത മുഹജ്ജിമുൻ ബിന്നദരി ബിശഹവത്തിൻ ഫി ഹഖ്ഖി സൗജൈൻ. ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ വികാരവായ്പോടുകൂടെയുള്ള നോട്ടം, ആ നോട്ടത്തെ മരണം ഹറാമാക്കുന്നു. ദൂന നദരി ബിഗൈരി ശഹവത്തിൻ, ശഹവത്ത് കൂടാതെയുള്ള നോട്ടം അതിന് വിരോധമില്ല. അമീറ 1:326. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കുളിപ്പിക്ക എന്ന വിഷയം പറയുന്നിടത്ത് കാണാം. മുഖ്തദാ ദാലിക അന്നഹു യജൂസു ലികുല്ലി മിന സൗജൈനി മസ്സുൽ ആഖിരി ബഅദൽ മൗത് ഫി സാഇരി ബദനിഹി. ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഓരോരുത്തർക്കും ജായിസാണ് മരണശേഷം മറ്റവനെ തൊടല്, അവന്റെ ശരീരത്തിന്റെ ഏതു ഭാഗത്തും. അന്നലഹു നദറ കദാലിക, അവനക്ക് ഇതുപോലെ തന്നെ നോട്ടവും അനുവദനീയമാണ്. ഇത് ഹുവ ഔലാ മിനൽ മസ്സി, തൊടാൻ പറ്റുമെങ്കിൽ നോട്ടം ഏതായാലും പറ്റും. പക്ഷെ ഷർത്തിന്തിഫായി ഷഹവത്തി, വികാരവായ്പ് ഉണ്ടാവാൻ പാടില്ല, വികാരത്തോടു കൂടെ ആവരുത് എന്ന നിബന്ധനയുണ്ട്. അപ്പോ അത് പറ്റും. ലിഅന്നൽ മുഅ്തമദ ജവാസു നദരി ലിൽ ഹലീലത്തി വൽ ഹലീലി ബഅദൽ മൗതി ഹത്താ ലിഔറതിഹി വകദാ യജൂസുൽ മസ്സു അയ്ളൻ അൽ മുഅ്തമദി. അന്നൽ മുഅ്തമദ ജവാസു നദരി ലിൽ ഹലീലത്തി വൽ ഹലീലി ബഅദൽ മൗതി. ഭർത്താവിന് ഭാര്യ കൊള്ളയും ഭാര്യക്ക് ഭർത്താവിനെ കൊള്ളയും മരണശേഷം നോക്കൽ അനുവദനീയമാണെന്നതാണ് മുഴക്കുന്നത്. ഹത്താലി ഔറത്തിഹി, ഔറത്ത് ഭാഗം വരെ. വകദാ യജൂസുൽ മസ്സു അയ്ളൻ, ഇപ്രകാരം തന്നെ സ്പർശനവും അനുവദനീയമാണ്. അലൽ മുഅ്തമദി. ജമല് 2:150. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കാണുന്നതിനോ സ്പർശനം നടത്തുന്നതിനോ ചുംബനം നടത്തുന്നതിനോ വികാരത്തോടു കൂടെ അല്ലെങ്കിൽ വിരോധമില്ല, അനുവദനീയമാണ് എന്ന് ഈ ഇബാറത്തുകളൊക്കെ അറിയിക്കുന്നു. ഷർവാനി 3:101 തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് കാണാം.